എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. റമദാൻ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഈദായി. ഇത്ര പെട്ടെന്ന് ഒരു മാസം കേട്ടോ റമദാൻ കഴിഞ്ഞത് ഇങ്ങനെ ഓർക്കുക, പെട്ടെന്നായി പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. റമദാൻ കഴിഞ്ഞിപ്പോൾ ഏകദേശം പെരുന്നാളിന് ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാളായി. സ്പെഷ്യലാട്ടോ സംഭവം. ഇത് തുറന്ന നമ്മളെ ചോറ്, ഇതിൻ്റെ അടിയിൽ ഇതെന്താ അരി? അത് പച്ചരി ഏലക്കായിട്ടുണ്ട്. ഇത് നല്ല ജീരകം, പച്ചരി, ചോറ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. എന്താണ്? നമ്മൾ 20 കേട്ടോ. അതായത് നോമ്പ് 26 20 ഉണ്ടാവുക. അത് നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കും, നെയ്യപ്പം കൽത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്ന്. നല്ലോണം പൊടിക്കണം. ചോറും പച്ചരിയും നല്ല ജീരകം പിന്നെന്തിട്ട് ഏലക്കായില്ലേ, സ്മെല്ലിന് ഏലക്കായ ഇട്ടിട്ടുണ്ട്. നല്ലോണം അരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. താമര കേട്ടോ. അത് നമ്മളിന്നലെ കായലിൻ്റെ അവിടെ ഇങ്ങനെ പോയപ്പോൾ കണ്ടാണ്. ഇവിടെ വിളവെടുത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ വാക്കെ ഈ ഉള്ളിൽ സാധനം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൊടിഞ്ഞു വന്നപ്പോളേ നല്ല ഭംഗിയില്ലേ കാണാൻ. താമരയാണിത് ഗൈസ്. മുട്ട ആയിരുന്നു, പക്ഷെ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ കുത്തിയിട്ടിരുന്നു, ഇല്ലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കൊടഞ്ഞപ്പോൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ ആവുന്ന ഈ ഒരു സമയമല്ലേ, 25 നോമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോക്ക്, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എന്താണെന്ന് അറിയില്ല, ഡ്രസ്സ് എടുക്കാനൊന്നും വലിയ മൂഡൊന്നും ഇല്ല. പക്ഷെ പെരുന്നാളിന് വല്ല നേരെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. വലിയ രസമൊന്നും തോന്നില്ല എനിക്ക്. പിന്നെ നോമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 25 നോമ്പ് തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലിപ്പോൾ 2 വർഷത്തിന് ശേഷം നാട്ടിൽ കൂടിയ നോമ്പാണ് ഫസ്റ്റത്തെ. അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചൂട് അത്യാവശ്യം ഒരു പീക്ക് ലെവൽ ചൂടാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ചൂട് ഇവിടുത്തെ കമ്പയർ ചെയ്യല്ല. പക്ഷേങ്കിൽ ഇവിടുത്തെ ചൂട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു, എന്താ എനിക്കറിയില്ല. പക്ഷെ നോമ്പ് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ അല്ലെന്തില്ല, നോമ്പ് ഇതുവരെയുള്ള ഫുള്ള് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 നോമ്പ് കൂടി ഉണ്ട്. അല്ലെന്തില്ല അതും എടുക്കാൻ കഴിയും. അതങ്ങനെ ഇപ്പോൾ ഏതായാലും പെരുന്നാളായിട്ടുണ്ട്. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് പെരുന്നാൾ കൂടി ഒരു 10 ദിവസമൊക്കെ നിന്നിട്ട് പോകാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇനിയിപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. പോയേ പറ്റുള്ളൂ കേട്ടോ, അത് വേറെ കേസ്. എങ്ങനെയാണെങ്കിലും പെരുന്നാളാവുന്നുണ്ട്, നോമ്പ് ചെയ്യാറുമായിട്ടുണ്ട്. ജാഫറിനെ കണ്ടിട്ട് കുറേ ആയി എന്ന് പറഞ്ഞിട്ട്. ജാഫറത്തെ കടയിലാണ്, 20 അപ്പോൾ ജാഫറിൻ്റെ അടുത്തേക്ക് പൈസക്ക് വന്നതാണ്. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പാശാൻ പണിയിലാണ്. നമ്മൾ എണ്ണ അടിക്കാൻ പോയതാണ് കേട്ടോ. ജസ്റ്റ് വരുന്ന വഴിക്ക് ജാഫറിൻ്റെ കടയിൽ വന്നാണ്. നല്ല ചുവന്ന ബത്തൊക്കെ ഉണ്ട്. നല്ല ബത്തൊക്കെ എടുത്ത് പോയിട്ട് മൂപ്പരത്ത് 22 വന്നാണ്. മൂപ്പര അതിനൊക്കെ വലിയ ദാരിദ്ര്യത്തിലാന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാം പെരുന്നാൾക്ക് എവിടെ പോണ്, പെരുന്നാൾക്ക് എവിടെ പോണ്ട് തന്നെ, പെരുന്നാൾക്ക് മണാലി പോവാന്നൊക്കെ. നമ്മളിത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി വെച്ചെടുക്കാം. മേലക്ക് തന്നെ ഗൾഫൊക്കെ കിട്ടോ, തുറന്നിട്ടില്ലല്ലോ, ആകെ പെട്ടെന്ന് നിൽക്കാണ്. മണാലി പോവാന്നൊക്കെ. പക്ഷെ നമ്മൾ പോയിരിക്കും. ഇപ്പോഴല്ല, നമ്മൾ സമയമാകുമ്പോൾ പോയിരിക്കും. കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ചൊക്കെ കഴിയട്ടെ. ഇപ്പൊ തന്നെ പറ്റൂല, സാഹചര്യം വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മളെ നെയ്യപ്പം റെഡി കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ നല്ല നെയ്യപ്പം. ഓക്കെ, മുഴിഞ്ഞിരിക്കുന്നു. നമ്മളെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നോമ്പറക്കുള്ള സാധനം. അപ്പോൾ ഏതായാലും അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും എല്ലാവരും നോമ്പൊക്കെ ചെയ്യാറായി. നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കും. ഇപ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ട് എങ്കിലും എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കും കേട്ടോ. ഏതാണെങ്കിലും അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.